നീ എന്തിനാ വണ്ടി നിർത്തിയത്? എന്റെ കയ്യിൽ കയറി പിടിച്ചു. ശരിയാ, പെണ്ണുങ്ങൾ കൈ കയറി പിടിച്ചാ കുഴപ്പമാ. മോളെ വിധു, എവിടെ പോവാ? അവിടെ നിക്കേ. അയ്യോ, അത് വലിയ കാടാ, അങ്ങോട്ടൊക്കെ കേറി പോവാതെ. മോളെ വിധു, ഇത് എവിടേക്കാ ഇവളീ പോണത്? ഫോളോ ദ റെഡ് സ്പോട്ട്. നടന്ന് കാല് കഴച്ചൊടിയും. ചേട്ടാ സൂക്ഷിച്ചു വാ. എന്റെ കുഞ്ഞെ, ഹായ്, എന്തൊരു ഭംഗി. പതുക്കെ പോവും ഞാൻ. എന്റെ ഈശ്വര, ഈ കുഞ്ഞ് അങ്ങോട്ടൊക്കെ പോകുന്നത്. ചേട്ടാ തലയിടിക്കല്ലേ. ഇങ്ങോട്ട് വാ, ഞാൻ പിടിച്ചോളാം. എന്നെ തുറണ്ട. ഇങ്ങോട്ട് വാ ചേട്ടാ. അങ്ങോട്ട് മാറി നിൽക്ക വേണേ. വാ ഇങ്ങോട്ട്. ഒരു പതിവ്രതൻ. ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ലെന്നുള്ളത് സത്യമാണ്. ഇതുവരെ ഒരു പെണ്ണിനെ തൊട്ടിട്ടില്ലെന്ന് എന്റെ മൂത്ത് നോക്കിക്കൊണ്ടെന്ന് പറ. നിനക്ക് വല്ല അനുഭവം ഉണ്ടോ? എനിക്ക് അനുഭവമില്ല. നീ ആ പെണ്ണിന്റെ ആയ. ചോദ്യം ആദ്യം നിന്നോടാ ഉണ്ടാവുക. വല്ല കാട്ടുമൃഗം പിടിച്ചെന്ന് നീ കൂടി ചെല്ലേ. കേശവന്മാരൊന്നും ഓടി വന്നേ. ചെല്ലേ, ഞാൻ എന്റെ കിതപ്പൊന്ന് മാറ്റട്ടെ. എന്റെ അയ്യപ്പാ, എന്റെ ഗുരുവായൂരപ്പാ, ഒരു പ്രകൃതി ഭംഗി ആഘോഷിക്കുന്ന ഒരു ഘോഷേ. എന്തായി പറഞ്ഞു? ആവോ എന്റെ അമ്മേ ഗുരുവായൂരപ്പാ. പാവുഞ്ഞ, നമുക്ക് പോവാം. എന്ത് ഭംഗി ഇതൊക്കെ കാണാൻ. ഈ വെള്ളം തൊട്ട് നോക്ക്, എന്തൊരു തണുപ്പ്. കേശുമാൻ വരുന്നുണ്ടേ. നടക്കാൻ വയ്യാഞ്ഞിട്ട് അടങ്ങാണ്ട് നിൽക്കുക. വെറുതെ വഴക്ക് പറയിപ്പിക്കണ്ട. ബാ. ഉരുണ്ട് താഴെ വീഴും കുഞ്ഞ്. അയ്യപ്പാ ധർമ്മശാസ്താവേ. വിധു, അവിടെ കൂടെ ഇറങ്ങൂ. കേശവമ്മ, 10 കൊല്ലം ഞാൻ ആ കോൺവെന്റിന്റെ തടവിലായിരുന്നില്ലേ. ഇപ്പൊ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരിക. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോ പറന്നു കളിക്കാൻ തോന്നുക. വരൂ. സന്ധിക്കുമ്പോ അവിടെ ചെന്നില്ലെങ്കിൽ അച്ഛൻ നിന്റെ ചെവിക്ക് പിടിക്കും. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പോവാ. ഓക്കേ. എന്ത് പ്രകൃതാന്ന് ആലോചിച്ച് നോക്കണേ. ഈ വയസ്സുകാലത്താ പ്രകൃതി ഭംഗി ആഘോഷിക്കണത്. ഇതുങ്ങൾക്കൊക്കെ വട്ടാന്ന് എനിക്ക് തോന്നുന്നത്. അയ്യപ്പ, അമ്മേ ഗുരുവായൂരപ്പ, അയ്യാ ധർമ്മശാസ്താവേ, അമ്മേ. കുഞ്ഞിവിടെ ഇരിക്കെ. കേശവമ്മാൻ എവിടെ ഇരുന്നോട്ടെ. വിധു, നിന്റെ സീറ്റ് പിന്നില്ല. എവിടെ ഇരുന്നാലെന്താ, ഒരേ കാറിലല്ലേ. ഞാൻ പറയുന്ന അനുസരിക്കുന്നത് നിനക്ക് നല്ലത്. കാർത്തു ചേച്ചിയും കേശവമ്മാനും പ്രായം കൂടിയരാ. ഞാനും ചന്ദ്രനും ചെറുപ്പമല്ലേ. ചന്ദ്രൻ, വണ്ടി എടുക്കൂ. ചേട്ടൻ ഇങ്ങോട്ട് കയറിയാട്.
ഇത് കേശവമാന്, ഇത് ചന്ദ്രന്. ഞാൻ പിന്നെ തിന്നോളൂ. ഇതാ എനിക്കിപ്പോ വേണ്ട. തിന്നാൻ പറഞ്ഞ തിന്നോണം. നീ വണ്ടി എടുക്ക്. വിധു, നിന്റെ ഈ വീട് നിന്റെ അച്ഛന്റെ മുമ്പിൽ എത്തുന്നവരല്ലേ കാണൂ. അത് ഞാൻ സഹിച്ചോളാം. കേശവമാന്റെ മുമ്പിൽ എന്നും എന്റെ വികൃതി ഉണ്ടായിരിക്കും. കുഞ്ഞ് എത്തുന്നതിന് മുമ്പ് നീ എത്തിക്കോളാമെന്ന് പറഞ്ഞു പോയതാ. കഴിക്കാനെന്തെങ്കിലും കൊണ്ടുവരട്ടെ. ഒരപകടം കൊണ്ടാ എന്റെ അമ്മ മരിച്ചത്. അതേ ഉള്ളൂ. അപ്പോ അച്ഛനും ഉണ്ടായിരുന്നില്ലേ കൂടെ? ഉണ്ടായിരുന്നു. അപകടം പറ്റാൻ എന്താ കാരണം? അതെനിക്കറിഞ്ഞുകൂടാ. കുഞ്ഞിന്റെ അച്ഛൻ വെക്കുന്നതാ. ദിവസവും അദ്ദേഹം ഇവിടെ വന്ന് പൂക്കൾ വെച്ചിട്ട് പോകും. അമ്മയോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു അച്ഛന്, അല്ലേ? അതെ കുഞ്ഞെ. അമ്മ മരിച്ചത് പിന്നെയാണോ അച്ഛന്റെ സ്വഭാവം ഇങ്ങനെയായത്? അതിനു മുൻപും അദ്ദേഹത്തിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയായിരുന്നു. അച്ഛൻ വന്നോ? എവിടെ പോയിരുന്നാവോ? കുഞ്ഞിന്റെ അമ്മയുടെ അടുത്തേക്ക്. അതായത് വൈകുണ്ഠത്തിലേക്ക് അല്ലേ? അതെ. ഞാൻ അമ്മയുടെ ശവക്കല്ലറയ്ക്ക് എടുത്തു പോയതായിരുന്നു. എനിക്കാണോ? അച്ഛാ, എനിക്കൊരാഗ്രഹം പറയട്ടെ അച്ഛാ. നമുക്ക് പൊന്മുടിയിലേക്കൊന്ന് പോകാം. അമ്മ അവിടെ വെച്ചല്ലേ മരിച്ചത്. എനിക്ക് ആ സ്ഥലമൊന്ന് കാണാൻ പോകാം അച്ഛാ. വേണ്ട. അച്ഛന് സമയമില്ലെങ്കിൽ വരണ്ട. ഞാനും കാർത്തു ചേച്ചിയും കേശവന്മാരും കൂടി പോട്ടെ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. കുഞ്ഞെന്താ ഇത് എടുക്കാതെ പോകുന്നത്? എനിക്കൊന്നും വേണ്ട.
കുഞ്ഞച്ഛനോട് പിണങ്ങിയിരിക്കുകയാണോ? എന്താ ഇപ്പൊ ഉണ്ടായത്? ഇതുവരെ ഞാനൊന്ന് പറഞ്ഞാൽ അച്ഛൻ കേൾക്കാതിരുന്നിട്ടില്ല. നീ ഇപ്പൊ വല്ലതും ചോദിച്ചോ? ഞാൻ പൊന്മുടിയെ പോണോന്ന് പറഞ്ഞു. എന്താ? ചോദിക്കണ്ടായിരുന്നു. എന്റെ അച്ഛനെന്താ ഇങ്ങനെ? എന്റെ അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. അച്ഛൻ എന്നോട് സ്നേഹാന്നാ പറയാ. പറഞ്ഞാ മതിയോ? സ്നേഹിച്ച് കാണിക്കണ്ടേ? എന്ത് വാങ്ങി തന്നാലും എനിക്കതൊന്നും വേണ്ട. കുഞ്ഞെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കണ്ട. ദേഷ്യം പിടിച്ച അദ്ദേഹം എന്തും ചെയ്യാൻ മടിക്കാത്തവന്. എന്താ? എന്റെ അച്ഛൻ പണ്ടേക്ക് പണ്ടേ ഇങ്ങനായിരുന്നു. മിണ്ടൂല, ചിരിക്കൂല, കരയൂല. കേശവമ്മൻ ചിരിക്കാതെ കാര്യം പറയണം. കൊല്ലത്തിലൊരിക്കൽ വരുമ്പോ ഞാനിതൊന്നും കാര്യമാക്കിയില്ല. ഇനി ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ പോവല്ലേ. അച്ഛൻ ഇങ്ങനെ ഒന്നായ എനിക്കെന്തോ സുഖം. മോളെ വിധു, ചെറുപ്പത്തിലെ നിന്റെ അച്ഛൻ നിന്നെപ്പോലെ തന്നെ ചിരിച്ച് കളിച്ച് തുള്ളിച്ചാടി നടന്ന ഒരാളായിരുന്നു. എന്റെ ഈ അച്ഛനെ പറ്റിയാണോ പറയുന്നത്? ഞാൻ വിശ്വസിക്കില്ല. വരൂ. ഈ ആൽബം നീ പലപ്പോഴും കണ്ടു കാണും. പക്ഷെ ഇതിനെപ്പറ്റി നീ ചിന്തിച്ചു കാണില്ല. ഈ കുട്ടിയെ പറ്റിയാണ് നീ ചോദിക്കുന്നത്. ഈ കുട്ടി എങ്ങനെ ഇങ്ങനെയായിന്നാ എനിക്കറിയേണ്ടത്. ആ കഥകളൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്ത് കാര്യം? നീ കുഞ്ഞാണ്. അതൊന്നും അറിഞ്ഞ് നിന്റെ മനസ്സിന്റെ ഭാരം വർദ്ധിപ്പിക്കണ്ട. ഞാനിപ്പോ കുഞ്ഞല്ല. ഇനി ഇതൊക്കെ അറിയാതിരുന്നാലാ മനസ്സിന്റെ ഭാരം കൂടുന്നത്. നിന്റെ മുത്തച്ഛനും മുത്തച്ഛയമ്മേ. മുത്തച്ഛൻ ഈ എസ്റ്റേറ്റിന്റെ ഉടമ. വിവാഹം കഴിച്ചത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെയും പുല്ലും വില വയ്ക്കാത്ത ഒരു കോടീശ്വരന്റെ മകളെ. അഹങ്കാരിയായിരുന്നു ആ സ്ത്രീ. അവർ അദ്ദേഹത്തെ വിവാഹം കഴിച്ച മട്ടായിരുന്നു. വലിയ കാര്യമൊന്നും വേണ്ട, ദിവസവും വഴക്കിടാൻ. ഒരു ദിവസം ജുവാര, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. എന്താ അച്ഛനമ്മേ വഴക്ക? അമ്മേ നിർത്തണം. അമ്മ തൊണ്ട വരുക മാറിക്കണം. രാധമ്മേ. കേശവമാവ, ദിവാകരനെ എന്റെ മുമ്പേ കൊണ്ട് നിർത്തി കരയിച്ചതുകൊണ്ട് എന്റെ മനസ്സ് മാറുമെന്ന് കരുതണ്ട. ഇവന്റെ അച്ഛനെ വേണ്ടെന്ന് വെക്കാമെങ്കിൽ ഇവനെ വേണ്ടെന്ന് വെക്കാനും എനിക്കറിയാം. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുക. എനിക്കിനി വീടുമായി ഒരു ബന്ധവുമില്ല. അയ്യോ അച്ഛാ, നെറ്റ് പറഞ്ഞിരിക്കുന്നു. ചോര തുടയ്ക്കും അച്ഛാ. തുടച്ചാൽ മാറുന്നതല്ല മോനെ ഈ മുറിവ്. എന്റെ മരണം വരെ ഈ മുറിവ് ഉണങ്ങില്ല. ഒരു ഭാര്യയും ഇത്ര ധിക്കാരിയാവരുത്. പണം കൂടുതലുണ്ടെന്നുള്ള അഹങ്കാരം. ആ തന്നിൽ എളിയവളെ കെട്ടാവൂ എന്ന് കാരണവന്മാർ പറഞ്ഞതാ. ഞാനത് കേട്ടില്ല. അതുകൊണ്ടാണോ എന്റെ അച്ഛൻ ഇങ്ങനെയായത്? തീർന്നില്ല കുഞ്ഞാ കഥ. നീ ഇത് നോക്ക്. നിന്റെ അച്ഛന്റെ ഈ പ്രായത്തിൽ അമ്മയല്ലേ ദിവാകരൻ? എസ്റ്റേറ്റിൽ നിന്നാണ്. അച്ഛൻ ഇന്ന് കാലത്ത് മരിച്ചു. അമ്മ വരണം, കാത്തിരിക്കാം.
ഇപ്പൊ പുറപ്പെട്ടാൽ ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ എത്താം. നോക്കാം. മോനെ ദിവാര, അമ്മ വരുമെന്ന് തോന്നുന്നില്ല. വരുമായിരുന്നെങ്കിൽ എപ്പോഴേ ഇവിടെ വരുമായിരുന്നു. ഇനി വച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. നമുക്ക് മറ്റു ചടങ്ങുകളിലേക്ക് പ്രവേശിക്കാം. ശരി. അതിനുശേഷം നിന്റെ അച്ഛൻ ആരോടും സംസാരിക്കാതായി. ആരോടും ഒരു കൂട്ടുകെട്ടുമില്ല. ഉണ്ടായിരുന്നത് ഇതാ ഈ പട്ടി. അതിനെ സ്നേഹിച്ചും ഓമനിച്ചും കഴിയും. വിനോദമെന്നൊന്ന് പറയാമെങ്കിൽ ഇടയ്ക്ക് വേലക്കാരെങ്കിലും കൂട്ടി ഈ പട്ടിയും കൊണ്ട് നായാട്ടിന് പോവും. അത്ര തന്നെ. നിന്റെ അച്ഛൻ നല്ലവനാണ് കുഞ്ഞ്, സ്നേഹമുള്ളവനാണ്. ആ അച്ഛൻ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണല്ലോ വിവാഹം കഴിച്ചത്. എന്റെ അമ്മേ, അതുകൂടി പറഞ്ഞുതരൂ. അതുകൂടെ പറഞ്ഞാലേ നിന്റെ അച്ഛന്റെ കഥ പൂർണ്ണമാവും. പറയൂ കേശവമാവ. അതോടെ നിന്റെ അച്ഛൻ മുൻകോപിയായി. വേലക്കാരെയും തൊഴിലാളികളെയും ഒക്കെ നിസ്സാരമായ കാര്യത്തിന് മർദ്ദിക്കുമായിരുന്നു. എന്റെ അച്ഛനോ? അതെ. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് അലിയുകയും ചെയ്യും. നല്ലൊരു തുക കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. ആ കാലത്ത് തൊഴിലാളികൾ പറയുമായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കുത്തോ ചവിട്ടോ എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തോക്കുമെടുത്ത് നായാട്ടിനായിട്ട് ഇറങ്ങി. പട്ടി അദ്ദേഹത്തിന്റെ നേരെ കുരച്ചു ചാടി. ഇതേവരെ പട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. വേലപ്പൻ താഴേക്ക് പോയതാ. വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കാണും. അതാ അത് കുരച്ചത്. മിസ്റ്റർ ദിവാകരന് അസുഖമെന്ന് പറയാവുന്നതൊന്നുമില്ല. എല്ലാ പരിശോധനകളും നമ്മളിപ്പോൾ നടത്തി കഴിഞ്ഞു. ബിഹേവിയറുള്ള അബ്നോർമാലിറ്റി കൊല്ലങ്ങളായി നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു പ്രകൃത വിശേഷമാണ്. ആരോടും ഒരടുപ്പം തോന്നാതെ ഒരുതരം ഇൻട്രോവെറ്റായി ഏകനായി ഇത്രയും നാൾ ജീവിച്ചതിന്റെ ഫലമാണിത്. മുൻകോപവും പരുക്കൻ സ്വഭാവവും നിങ്ങൾക്ക് ജീവിതത്തിനോട് ചെറുപ്പത്തിലേ തോന്നിയ വെറുപ്പ് മൂലം ഉണ്ടായതാവണം. സ്വന്തം അമ്മയോട് നിങ്ങളുടെ മനസ്സ് ഇനിയും മാപ്പ് കൊടുത്തിട്ടില്ല. മിസ്റ്റർ ദിവാകരൻ അതൊക്കെ മറക്കാൻ ശ്രമിക്കൂ. ഒരു വിവാഹം നിങ്ങളെ സഹായിക്കുമെന്നാണ് തോന്നുന്നത്. സ്നേഹമുള്ളൊരു ഭാര്യയും ഓമന കുഞ്ഞുങ്ങളും ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. അവരെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റെല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കും.
കൊണ്ടതായോ മാധവി, നിന്റെ ജോലി തുലഞ്ഞു തന്നെ. ജോലി സമയത്ത് ഇങ്ങനെ ആടിപ്പാടി നടന്നാലേ ഏതെങ്കിലും മുതലാളി ജോലിക്ക് വെച്ചോണ്ടിരിക്കുവോ? നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞിട്ടില്ല ഞാൻ പാടിയത്. എന്റെ ഈശ്വര, എന്റെ ജോലി പോവോ? ആർക്കറിയാം. നടക്കണേ. കുട്ടമ്മേശ്വരുടെ വീടല്ലേ? അതെ. വിളിക്കൂ. ആ മാധവി എന്ന് പറയുന്നത് നിന്റെ മോളല്ലേ? അതെ, ഓർക്കണങ്ങന്നെ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വലിയ അങ്ങ് തോട്ടത്തിൽ വന്നപ്പോ അവള് പാട്ടും പാടി മുമ്പിൽ ചെന്ന് ചാടിയെന്ന്. എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ടാ അവള് പാടിയത്. ഇവിടെ കണ്ട കുട്ടികൾ അവിടെ താഴെയുള്ളതാ. അവളും കൂടി പാടുപെട്ടിട്ടാണ് ഞങ്ങൾ കഴിയണത്. ആ വിചാരം മനസ്സിലുണ്ടെങ്കിൽ ഈ കളി കളിക്കാമോ? ഈ പ്രാവശ്യത്തേക്കൊന്ന് മാപ്പ് കൊടുക്കണം. ഇനി ഒരിക്കലും. അവളെവിടെ? ഓ, വിളിക്ക്. മാധവി, ഞാൻ അദ്ദേഹം പറഞ്ഞയച്ചിട്ട് വന്നതാ. ആദ്യം ഒന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ടാ. വിശ്വസിക്കാൻ അല്പം വിഷമം കാണും. കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? മാധവിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം ഇവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് നല്ലത് വരട്ടെ. ഞാൻ വൈകിപ്പോയി മാധവി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ. മാസങ്ങളായി ഞാൻ നിന്നെ എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു മാധവി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പക്ഷേ നീ അത് മനസ്സിലാക്കിയില്ല. നിന്നോട് ഞാനത് പറഞ്ഞില്ല. തുറന്നു പറയാനുള്ള അവസരവും കാത്ത് ഞാൻ കഴിഞ്ഞു. വൈകിപ്പോകുമെന്ന് വിചാരിച്ചില്ല. നിനക്ക് നല്ലൊരാലോചന വന്നിരിക്കുന്നു. എന്നെക്കാളും എന്തുകൊണ്ടും യോഗ്യനായ ഒരാൾ. നീ ഭാഗ്യവതിയാണ്. നിനക്ക് നല്ലത് വരട്ടെ. എന്നെ മറന്നേക്കൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യവും മറന്നേക്കൂ. എനിക്ക് ഇവിടെ കഴിച്ചു കൂട്ടാനാവില്ല. ദിവാരനൊന്നും തീരുമാനിച്ചാൽ പിന്നെ അതിന് മാറ്റമില്ല. എന്നാലും വകയിലൊരു അമ്മാവൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു അവകാശവും അധികാരവും ഒക്കെ ഉണ്ടല്ലോ. അത് വെച്ച് ചോദിക്കുക, പാവപ്പെട്ട ആ പെണ്ണിനെ തന്നെ കെട്ടാൻ തീരുമാനിച്ചെന്താ? ദിവാരനോട് ആരും ചോദിക്കില്ല, ദിവാരനൊന്നും പറയുമില്ല. പക്ഷെ എന്നോട് 4 മാന്യന്മാർ ചോദിച്ചൊന്നു വരും. അപ്പൊ ഞാനെന്ത് മറുപടി പറയും? തന്നിൽ എളിയവളെ കെട്ടാവൂ എന്ന് കാരണവന്മാർ പറഞ്ഞതാ. ഞാനത് കേട്ടില്ല. എന്റെ അച്ഛന്റെ ഗതികേട് എനിക്കുണ്ടായിക്കൂടാ.
അങ്ങനെ ആ ചടങ്ങും ഭംഗിയായിട്ട് കഴിഞ്ഞു. റൈസാ സാറിന് ഇപ്പൊ അയച്ചേക്കാം. ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഡേ വാ 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 വാ, ഒരു ഫോട്ടോ എടുക്ക. ഭാഗ്യം എന്ന് പറയുന്നത് കണ്ണും മൂക്കും ചെവിടും ഇല്ലാത്ത ഒരു സാധനം. ഏതിലെ എപ്പം എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ മരണം എന്ന് പറയും പോലെ തന്നെ. കേട്ടു പറഞ്ഞതൊക്കെ. ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ദിവാകരൻ ഒരാണാണെങ്കിൽ മാധവി ഒരു പെണ്ണുമാണ്. ആ യോഗ്യത മതി അവൾക്ക്. എന്താ വേണ്ടത്? എന്തെങ്കിലും വെജിറ്റബിൾ കട്ട്ലറ്റ്സ്, ചിക്കൻ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്. താങ്ക്സ് സർ. Enough. കൈ കൊണ്ടു. ഇത് വെച്ച് കഴിക്കാൻ അറിയില്ല. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഭരത്, ഭരത്, അങ്ങനെ ഒരിക്കൽ നിന്റെ അച്ഛനും അമ്മയും നിന്നെയും കൊണ്ട് പൊന്മുടിക്കൊരു പോക്കുപോയി. നിന്നെ നോക്കാൻ കാർത്തു ഉണ്ടായിരുന്നു കൂടെ. അവിടുന്ന് തിരിച്ചു വന്നത് നിന്റെ അമ്മയുടെ ശവവുമായിട്ടാണ്. എങ്ങനെയാ അമ്മാവ എന്റെ അമ്മ മരിച്ചത്? പറയൂ കേശവമ്മാവ. കാല് തെറ്റി ഗർത്തത്തിലേക്ക് വീണുപോയെന്നാണ് പറഞ്ഞത്. എങ്ങനെ കാല് തെറ്റി? പറയില്ലല്ലേ? എനിക്കറിയാവുന്നവരെ ഞാൻ പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് ആർക്കറിയാം? അവരോട് ചോദിക്കും. പറഞ്ഞു തുടങ്ങിയത് പറഞ്ഞു തീർക്കണമല്ലോ. അതിനുശേഷം നിന്റെ അച്ഛൻ നാവ് മുറിച്ചു കളഞ്ഞ പോലെയായി. ആട്ടവുമില്ല, പിണ്ടാട്ടവുമില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്കൊന്ന് പൊന്മുടി കാണണമെന്ന്. മറുപടിയും കിട്ടിയല്ലോ. കിട്ടി. പൊന്മുടി എന്ന പേര് പോലും കേൾക്കുന്നത് ദിവാകരന് ഇഷ്ടമല്ല. എന്തായാലും എനിക്കവിടെ പോണം. അമ്മ വീണ് മരിച്ചെടുത്ത്. നിങ്ങളൊക്കെ എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. ഞാൻ എന്റെ അമ്മയെ പറ്റിയല്ലേ ചോദിക്കുന്നത്. എന്തായാലും എന്നോട് പറഞ്ഞാലെന്താ? അതിനെന്തെങ്കിലും പറയാനുണ്ടായിട്ട് വേണ്ടേ? കാർത്തി ചേച്ചിയും പറയില്ലല്ലേ? കണ്ടതും കേട്ടതും ഒക്കെ ഞാനും പറഞ്ഞു. ഇനി എന്താന്നാ? ഈ ചേട്ടൻ ഒരുത്തനാ കുഞ്ഞിന്റെ മനസ്സ് അലങ്കോലപ്പെടുത്തിയത്. എടി കാർത്തു, സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. ഞാനും അത് തന്നെയാ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ കുഞ്ഞിങ്ങനൊക്കെ ചോദിക്കാൻ പറയുകയും ചെയ്യണോ? എടി കാല് തെറ്റിയ കാര്യം പറഞ്ഞപ്പോ
എന്റെ വാക്ക് തെറ്റിയതല്ല കുഴപ്പം. പൊന്മുടിയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ എല്ലാവരും എതിർക്കുന്നു. അതാ കാര്യം. മനസ്സിലായോ? എന്നാ പിന്നെ കുഞ്ഞിന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ എന്താ ഇപ്പൊ ഒരു വഴി? ഞാനങ്ങ് പറഞ്ഞു തരാം. ആയാ കോയാന്നും പറഞ്ഞ് നീയും പോയതല്ലേ പൊന്മുടിക്ക്. എല്ലാം അങ്ങ് വെട്ടി തുറന്ന് പറഞ്ഞു കൊടുക്ക്. ആ നാശം പിടിച്ചവൻ അവിടെ വെച്ച് കണ്ടതും അത് കാരണം പിന്നെ അല്ലാതെ എന്തോന്ന് ചെയ്യൂടി? തിരുക്കുഞ്ഞു ഒരു വാശിക്കാരിയാ. എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്റെ ഈശ്വര. ഇത് എവിടെ? അവക്ക് ഊണൊന്നും വേണ്ടേ? അവള് മുറിയടച്ച് അകത്തിരിപ്പാ. എന്ത് പറഞ്ഞിട്ടും തുറക്കുന്നില്ല. അവക്ക് വിശക്കുന്നില്ല. അങ്ങനെ കൊണ്ട് വിശക്കായിരുന്നു ദിവാരനുണ്ടോ? ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം. നമ്മൾ വാരി വെല്ലിപ്പിടിക്കാൻ വന്നതല്ല. ഒരാൾ മതി, ഇങ്ങോട്ട് മാറിയേക്ക്. മോളെ വിധു, വാതിൽ തുറക്ക്. ഇത് കേശന്മാനാ. വിധുമോളെ, നീ എന്താ ഉറങ്ങണോ? എന്താടി? അല്ല, അവൾ ഉറങ്ങുകയാണെങ്കിലേ ചേട്ടന്റെ ചോദ്യം അവള് കേൾക്കുവോ? വിധുമോളെ, നിന്റെ കേശന്മാനായി പറയണത്. നിനക്ക് വിശക്കണില്ലെങ്കിൽ കേശന്മാനും വിശക്കണില്ല. ദേ, ഈ വാതിലിന്റെ മുമ്പിൽ നിരാഹാര സത്യാഗ്രഹം രക്ഷിക്കാൻ പോവാ. വിധുമോള് വന്നില്ലെങ്കിൽ മരണം വരെ കേശമാൻ ഇവിടെ ഇരിക്കും. എനിക്കറിയില്ലേ കേശമാൻ വിളിച്ചാൽ മോള് വരാതിരിക്കില്ലെന്ന്. ദിവാരൻ പോയി. ഒന്നും കഴിച്ചില്ലേ? കഴിച്ചെന്ന് പറഞ്ഞാൽ കഴിച്ചു. കുഞ്ഞിന് വിളമ്പി കൊടുക്കും. കാർത്തു, ഇവളിവിടെ വരുമ്പോഴാ ഈ വീട്ടിനൊരു അനക്കം വയ്ക്കാറ്. ഈ കണക്കിനാണെങ്കിൽ വല്ലപ്പോഴും സംസാരിക്കുന്നത് നമ്മളും മിണ്ടാപ്രാണികളായി പോകും. മോളെ, നീ ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. പൊന്മുടി ഒന്ന് പോയിട്ട് എന്ത് നേടാനാ? നിന്റെ അമ്മയുടെ ആത്മാവ് ഇവിടെ നിന്നോടൊപ്പം ഉണ്ടാവും. നേരെ കുഞ്ഞെ, നിന്റെ അമ്മയ്ക്ക് നിന്നെ അത്രയ്ക്ക് സ്നേഹമായിരുന്നു. നിന്നെ നോക്കാനായി എന്നെ ഇവിടെ നിർത്തിയത്. സത്യം പറഞ്ഞ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? എപ്പോഴെങ്കിലും നിന്റെ അമ്മ നിന്നെ എന്റെ കയ്യിലോട്ടൊന്ന് തന്നിട്ട് വേണ്ടേ? മോൾ എന്നത്തെയും പോലെ ഇവിടെ പാട്ടും കളിയുമായി ചിരിച്ചു കഴിയണം. മുഖം ഉയർത്തിയിരിക്കും മോളെ. ഇങ്ങോട്ട് നോക്കിയേ. എന്താ? ദിവാകരന്റെ മകളും ഞാനും വേറെ 10-12 പേരും കഴിഞ്ഞു കൊടുക്കുന്ന വീടായിരുന്നു. എന്താ മനസ്സിലായില്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് വീടോ അല്ല ശവപ്പറമ്പോ? കേശവൻ, ദിവാകരൻ ഇവിടെ ജീവിക്കുന്നു, അതുപോലും അറിയുന്നില്ല. ബാക്കിയുള്ളവരുടെ കാര്യം വിടൂ. തെറ്റും കുറ്റവും എന്താണെന്ന് അറിയാത്ത ഒരു മകളുണ്ടല്ലോ. അവൾ എനിക്ക് ജീവനാണ്. സംസാരിക്കുന്ന കാര്യത്തിൽ ലുബ്ധനാണല്ലോ ദിവാകരൻ. അതുകൊണ്ട് ഞാൻ സഹായിക്കാം. ഈ കാണായ സ്വത്തുക്കളെല്ലാം അവൾക്കുള്ളതാണ്. അവൾക്ക് വേണ്ടിയാണ് ദിവാകരൻ ജീവിക്കുന്നത് തന്നെ. അവളെ മനസ്സും ജീവനും അർപ്പിച്ച് സ്നേഹിക്കുന്നു. സമയമാവുമ്പോ കൊള്ളാവുന്ന ഒരുത്തനെ അവളെ വിവാഹം കഴിച്ചു കൊടുക്കും. എന്നിട്ട് അവൾ കുഞ്ഞുകുട്ടികളോടുകൂടി സസുഖം ജീവിക്കുന്നത് കണ്ടുകൊണ്ട്... അതെ കേശവൻ, അതെ. വെറും സ്വപ്നമാണ് ദിവാര, നടപ്പില്ല. അമ്മ വീട് വിട്ടിറങ്ങിയപ്പോ, അച്ഛൻ മരിച്ചപ്പോ അന്ന് മിണ്ടാപ്പൂച്ച ആയതാ. ആ കാര്യത്തിൽ ദിവാകരനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ എല്ലാം അറിയാവുന്ന ദിവാകരൻ മകളെ ആ ഗതികേടിലെത്തിച്ചിരിക്കും. നാവ് പോലെ അല്ല തലയെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ.
ഹലോ. ആ അതെ. പേരെന്താ പറഞ്ഞത്? ദിവാകരൻ മുതലാളിയോ? ശരി. ആ ആ അച്ഛാ അച്ഛാ, എന്താടാ? തിരുവനന്തപുരത്ത് നിന്ന് ഒരു പാർട്ടി വരുന്നുണ്ട്. ഒരു അച്ഛനും മകളും. റൂം വേണമെന്ന്. ആരാ? പേര് വല്ലതും പറഞ്ഞോ? ഏതോ ഒരു ദിവാകരൻ മുതലാളിയും മകളും. എന്താണ് അച്ഛാ? ആ മനുഷ്യൻ തന്നെ ആയിരിക്കും. എന്തിനാണിപ്പോ ഇങ്ങോട്ട് കെട്ടി വലിക്കുണ്ടാവും? എന്താണ് അച്ഛാ അങ്ങേർക്ക് കുഴപ്പം? ഒന്നുമില്ല. കാത്തു വരണമെന്നില്ല. പാവം എടുത്തൊരുങ്ങി വന്നിരിക്കാ പൊന്മുടി കാണാൻ പോവാൻ. എന്താണ് ചേട്ടാ എന്നെയൊക്കെ അർത്ഥം? എന്നെ കൂടെ കൊണ്ടുപോയി കൂടായിരുന്നോ? അവരെങ്ങോടാ പോന്നേ? പൊന്മുടിക്ക്. എന്തിനാ പോന്നേ? ഇത് കുഞ്ഞിന് പൊന്മുടി കാണണമെന്ന് പറഞ്ഞ്. എന്തുകൊണ്ടാ അവൾക്ക് ഇങ്ങനെ ആഗ്രഹം തോന്നിയത്? അവളുടെ അമ്മ അവിടെ വെച്ചാ. ആ അത് തന്നെ കാരണം. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ആ ദിവാരനോട് പറഞ്ഞു നിന്നെ കൂടെ കെട്ടിയെടുക്കണ്ടെന്ന്. അക്കാര്യം ഓർക്കുമ്പോ ഇന്നും എന്റെ കരള് പിടയ്ക്കുക. ആ അവിടെ എത്തുമ്പോ ആ കുഞ്ഞു ചോദിക്കും, നിന്റെ നാവ് പെടയ്ക്കും, നീ പറഞ്ഞു പോവും. മനസ്സിലായോ? നമസ്കാരം സാർ. നമസ്കാരം. വരൂ സാർ. എടാ പെട്ടിങ് എടുത്തേ. വർഷങ്ങൾക്ക് മുമ്പ് സാർ ഇതേ മുറിയിൽ വന്നാ താമസിച്ചത്. അടുത്ത മുറി ഒഴിവാണ്. വേണമെങ്കിൽ അതും ആവാം. ആരുമില്ല. മിഥുവിന് ഒറ്റയ്ക്കൊരു മുറിയിൽ കഴിയാൻ പേടിയാകുമോ? ഇല്ലച്ച, എനിക്ക് ആ മുറി മതി. ഇവൾക്ക് ആ മുറി കൊടുത്തേക്ക്. വരൂ കുഞ്ഞി.
ഈ പെട്ടി അവളുടെ മുറിയിൽ കൊടുത്തേക്കോ. വല്ലതും കഴിക്കാൻ? എനിക്കൊന്നും വേണ്ട. അവളോട് ചോദിച്ചു. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇത് എന്റെ മകനാണ് രാജു. അന്ന് വരുമ്പോ ഇവൻ കൊച്ചായിരുന്നു. ഇപ്പൊ എന്നെ സഹായിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ. വാച്ചറുടെ അനിയൻ? അവൻ മരിച്ചു. പിറ്റേന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഞങ്ങൾ പോയിക്കോട്ടെ, രാവിലെ ചായയുമായി. ശരി ഭാസ്കര. സാർ, നീ പോയിക്കോ, ഞാൻ വന്നേക്കാം. മിഥുവിന്റെ അമ്മ ഈ സ്ഥലത്ത് വെച്ചാണ് മരിച്ചത്. അതെ. എങ്ങനെ? എന്നോട് ചോദിക്കുന്നത്? അതെ, എനിക്കും നിങ്ങൾക്കും മാത്രം അറിയാം. ആ രഹസ്യം ഒരിക്കലും എന്റെ മകൾ അറിയാൻ ഇടവരരുത്. അവൾ ചോദിച്ചാൽ പോലും പറഞ്ഞു പോകരുത്. ശരി സാർ, പൊയ്ക്കുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞോളൂ. എനിക്ക് നാണമോ? നിന്ന് കൊഞ്ചാതെ. അത് വളരെ സൂക്ഷിക്കണം. കൂടെ കൂടെ ഡോക്ടറെ പോയി കാണണം. കാപ്പി. പിന്നെ ഒരു സൂത്രം കേൾക്കണോ? എന്താ? കേൾക്കുന്നില്ലേ? ഇല്ല. ഇല്ലേ? ഇപ്പോഴോ? ആ, കേൾക്കുന്നുണ്ട്. സൂക്ഷിക്കണം. കുനിയാൻ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നീ പേപ്പറും എടുത്തുണ്ടോ?
കാപ്പി കൊടുത്തു? കൊണ്ടുപോയി. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പേരെന്താ? രാജു. രാജു ഇവിടെ തന്നെയാണോ ജനിച്ചു വളർന്നത്? ഞാനിവിടെ മുമ്പൊരിക്കൽ വന്നിട്ടുണ്ട്. അന്ന് ഞാനൊരു കൈക്കുഞ്ഞായിരുന്നു. ഞാനും കൊച്ചിലെ കൈക്കുഞ്ഞായിരുന്നു. രാജു എന്നെ കളിയാക്കിയതാണ്. എന്നാലും എനിക്കിഷ്ടമായി. ഞാൻ പോട്ടെ. രാജു, കുറച്ച് ചായ ഒഴിച്ചതാ. രാജുവിന്റെ കൈ വിറയ്ക്കുന്നു. എന്തിനാ രാജു എന്നെയൊക്കെ എങ്ങനെ പേടിക്കുന്നത്? നമ്മൾ രണ്ടുപേരും കൊച്ചിലെ കൈക്കുഞ്ഞായിരുന്നവരല്ലേ? ഇപ്പൊ സ്വല്പം വലുതായി, അത്രയല്ലേ ഉള്ളൂ. അച്ഛനെന്താ കാപ്പിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചത്? ഒന്നും വേണ്ട. ഇതാ. എനിക്കിവിടമൊക്കെ ആരാ കാണിച്ചു തരിക? അച്ഛൻ വരുമോ? ഇവിടെ എങ്ങനെ വിശേഷിച്ചൊന്നും കാണാനില്ല. അമ്മ വീണു മരിച്ചത്? മിഥു, നിന്റെ അമ്മയുടെ കാര്യത്തിൽ നിന്നെക്കാളേറെ ഞാൻ വേദനിക്കും. നീ എപ്പോഴും അക്കാര്യം പറഞ്ഞ് എന്നെ കൂടുതൽ വേദനിപ്പിക്കരുത്. ശരി അച്ഛ. എന്താ കുഞ്ഞെ ഈ വഴി? വെറുതെ ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കാണാൻ ഇറങ്ങിയതാ. ഓഹോ, ബാച്ചർ എവിടെയാണ് താമസിക്കുന്നത്? അതാ അവിടെ. മുമ്പൊരിക്കൽ എന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിരുന്നു. ആ, ഓർക്കുന്നുണ്ട് കുഞ്ഞെ. എന്റെ അമ്മ ഇവിടെ എവിടെയോ കാൽത്തട്ടി വീണ മരിച്ചെന്ന് പറയുന്നു. അതെ കുഞ്ഞെ, അതെ. അതെവിടെയാ? ആ സ്ഥലം ഒന്ന് കാണിച്ചു തരുമോ? എനിക്കതൊന്നും അറിഞ്ഞുകൂടാ കുഞ്ഞെ. ആ സ്ഥലം ഞാനെങ്ങനെ അറിയാനാ? എനിക്കറിഞ്ഞൂടാ. എന്നോട് ചോദിക്കുമേ. അവനാനായി അവനാണ് പറയുന്നത്. രാജു, കുറെ കൊല്ലം മുൻപ് ഒരു സ്ത്രീ ഇവിടെ എവിടെയോ വീണു മരിച്ചു. രാജുവിനറിയാമോ? ആ, അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സ്ഥലം ഏതാ? എനിക്കൊന്ന് കാണിച്ചു തരാമോ? എന്തിനാ സ്ഥലം കാണുന്നത്? മരിച്ചത് എന്റെ അമ്മയായിരുന്നു. ശരി, വരൂ. രാജു, എന്റെ കൈയൊന്ന് പിടിക്കൂ. പിടിക്കൂ രാജു. ഇനി നമുക്ക് പോകാം. ഇവിടെ നിന്ന് താഴെയാണ് വീണത്. എനിക്കെവിടെ പോകണം? അയ്യോ, അത് വേണ്ട. പോകാൻ എളുപ്പമല്ല. എനിക്ക് പോകണം. രാജു എന്നെ കൊണ്ടുപോകുമോ? വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ.
പറഞ്ഞില്ലേ? വരൂ. പോകരുത് ഞാൻ പറഞ്ഞില്ലേ. നിൽക്കൂ, ഞാൻ വരാം. വരൂ, സൂക്ഷിച്ച് വേണം. ഇതാ ഇവിടെയാണ്. മിഥു എവിടെ? അതാ അങ്ങോട്ട് പോകുന്നുണ്ട്. അച്ഛാ, ഞാൻ ആ സ്ഥലം കണ്ടു. മോളെ, എന്താ അച്ഛാ? നീ കാണാൻ ആഗ്രഹിച്ച നീ കണ്ടു. ആ ദുഃഖം എന്റേതാണ്. ഞാൻ നേടിയതെല്ലാം നിനക്കുള്ളതാണ്. എന്റെ ദുഃഖങ്ങളൊഴികെ. വരൂ. എന്റെ കയ്യിൽ നിന്ന് പിടിക്കൂ രാജു. രാജു, എന്റെ കയ്യിൽ നിന്ന് പിടിക്കൂ രാജു. രാജു, എന്റെ കയ്യിൽ നിന്ന് പിടിക്കൂ രാജു. ജലദേവതേ ഉണരാ നേരമാ ഒഴുകൂ പ്രഭാതമാ അനുരാഗലോലയായി നീവാ തളിരിട്ട മോഹമായി. അനുരാഗലോലയായി നീവാ തളിരിട്ട മോഹമായി.
കരളിന്റെ കൂട്ടിലെ കിളിയായി നീ പറന്നുവാ അനുരാഗലോലയായി നീ വാ തളിരിട്ട മോഹമാ സമാഗമമോഹവുമായി ഒഴുകി വരുന്നൊരു സൗരഭമായി ഞാൻ ആദ്യ സമാഗമമോഹവുമായി ഒഴുകി വരുന്നൊരു സൗരഭമായി ഞാൻ നിന്നെ ഉണർത്താൻ നിന്നിലലിയാൻ നിന്നെ ഉണർത്താൻ നിന്നിലലിയാൻ നിന്റെ നാണം പുൽകിയുറങ്ങാൻ സ്വരരാഗസരസിലെ മലരായി നീ വിടർന്നുവാ അനുരാഗലോലയായി നീ വാ തളിരിട്ട മോഹമാ സുലഭയൗവനദാഹവുമായി തേടി വരുന്നൊരു മന്മഥനായി ഞാൻ അസുലഭയൗവനദാഹവുമായി തേടി വരുന്നൊരു മന്മഥനായി ഞാൻ എന്നെ തഴുകാൻ എന്നെ ഉറക്കാൻ എന്നെ തഴുകാൻ എന്നെ ഉറക്കാൻ എന്റെ ചിറകിൻ ചൂടിൽ മയങ്ങാൻ ചേതോഹരാംഗിയായി രതിയായി നീ ഒരുങ്ങിവാ അനുരാഗലോലയായി നീ വാ തളിരിട്ട മോഹമായി അനുരാഗലോലയായി നീ വാ തളിരിട്ട മോഹമായി എടാ രാജമോനെ നീ ഉറങ്ങിയില്ലേടാ മണി ഏതാണ്ടൊക്കെ കുറെ ആയല്ലോ അച്ഛനൊന്ന് കുറെ കൂടുതലാ ഇനിയും കുടിക്കും ആ അച്ഛനും മകളും ഈ മല ഇറങ്ങി തീരുന്നവരെ നിന്റെ അച്ഛൻ കുടിക്കും അച്ഛനെന്താ അദ്ദേഹത്തിനോട് ഇത്ര വിരോധം നീ എന്താ ചോദിച്ചത് അച്ഛൻ എന്തിത്ര വിരോധം എടാ നീ നിന്റെ ഇളയച്ചനെ കണ്ടിട്ടുണ്ടോ എന്റെ അനിയനെ ഓർമ്മയുണ്ടോ ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ രണ്ടുപേരായിരുന്നു അവൻ കുഞ്ഞായിരിക്കുമ്പോഴേ അവർ രണ്ടുപേരും അങ്ങ് മരിച്ചു പിന്നെ ഞാനായിരുന്നു മോനെ അവന്റെ അച്ഛനും അമ്മയും ജ്യേഷ്ഠനും ഒക്കെ ഈ വാച്ചിലുടെ പണിയെടുത്ത് ഞാൻ അവനെ കുറെയൊക്കെ പഠിപ്പിച്ചു അവൻ നല്ല നിലയിൽ എത്തിക്കണമെന്ന് എനിക്ക് വലിയ ആശയുണ്ടായിരുന്നു എന്നിട്ടോ ഒരു ദിവസം അവനെ കാണാതായി പിന്നെ അറിഞ്ഞത് അവൻ ഈ ദിവാകരൻ എന്ന കണ്ടാമൃഗത്തിന്റെ എസ്റ്റേറ്റിലുണ്ടെന്ന് എവിടെ ആയാലും സുഖമായിരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചിരിക്കുമ്പോൾ പറയൂ അച്ഛാ
ഇനി എന്ത് പറയാനാണടാ? പറഞ്ഞിട്ടെന്ത് കാര്യം? ഈ ദ്രോഹി കാരണം എന്റെ അനിയൻ അതാ ആ മാവിന്റെ കൊമ്പിൽ തൂങ്ങി മരിച്ചു. അച്ഛാ, അച്ഛാ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 1-2 കൊല്ലങ്ങളായി. ഒരു കുഞ്ഞും പിറന്നു. അങ്ങനെ സ്നേഹിക്കുന്നില്ലെന്ന് ഞാൻ പറയില്ല. എന്നാലും എന്റെ മനസ്സിൽ പറയൂ. എന്നോട് ദേഷ്യം തോന്നരുത്. പറയൂ. അങ്ങന്റെ അടുത്തുണ്ടാകുമ്പോഴും അകലത്താണെന്നൊരു തോന്നൽ. ആ തോന്നലിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം. എന്നെ രക്ഷപ്പെടുത്തണം. മാധവി, ഞാൻ അങ്ങയുടെ ഭാര്യയാണ്, ഒരു യന്ത്രമല്ല. എനിക്ക് അങ്ങയെ പേടിയാ. എനിക്ക് സ്നേഹിക്കണം. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞു തരൂ. ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ട് തന്നെ അടുപ്പിക്കൂ. എന്തിനാ ഇത്രയും പൂക്കൾ? ഏതാ ഇഷ്ടപ്പെടുന്നറിയില്ലേ?
എന്നെ മറക്കുമല്ലേ? ഇല്ല, മറക്കില്ലേ? ഇവിടുന്ന് പോയാലെന്നെ മറക്കൂ. ഞാൻ ഇവിടുന്ന് എങ്ങും പോയില്ല. എന്റെ രാജുവിന്റെ അടുത്തുനിന്ന് എങ്ങും പോയില്ല. നമ്മളിപ്പോ ലോകത്തിന്റെ ഉച്ചയിലാണ്. എന്നും നമ്മളിങ്ങനെ ഉയരത്തിൽ നിൽക്കണം. ഇത് ഉയർന്നവളാണ് എന്നും. ഞാൻ എത്രയോ പാവവും. അത് ഓർക്കുമ്പോൾ എന്റെ മനസ്സിന് വല്ലാത്തൊരു ഭീതി. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഇവിടെ ഉയർന്നവളും പാവപ്പെട്ടവനുമില്ല. രാജവും വിധുവും. നമ്മൾ രാജവും വിധുവും മാത്രം. പറയാൻ എളുപ്പം, കേൾക്കുമ്പോൾ സുഖവും. പക്ഷേ ഒരു പക്ഷേയുമില്ല. രാജുവിന് എന്നെ വിശ്വാസമില്ലേ? എന്റെ സ്നേഹത്തിൽ വിശ്വാസമില്ലേ? പറയൂ. ഉണ്ട്, തീർച്ചയായും ഉണ്ട്.
വിധു, നീ എവിടെ പോയിരുന്നു? ഇവിടെയൊക്കെ ഒന്ന് നടന്നു കണ്ടു. വിധു, നാളെ കാലത്ത് നമുക്ക് തിരിച്ചു പോകാം. എന്താ? ശരി അച്ഛാ. മോളെ, മൂത്രം ഒഴിച്ചു. പിടിക്ക് പിടിക്ക് പിടിക്ക്. ചുമ്മാ കളിക്കാതെ. അച്ഛൻ 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 കാത്തു, എന്താ? ഞങ്ങളൊന്ന് പുറത്തു പോകുന്നു. കുഞ്ഞിനെ നോക്കണേ. ദാ വരുന്നേ. മോനാണോ? എന്റെ മകനാണ്. പേരെന്താ? രാജു. മോനെന്തിനാ ഞങ്ങളെ കൊണ്ട് പേടിക്കുന്നത്? അവൻ എന്തെങ്കിലും കൊടുക്കും. അയ്യോ, ഒന്നും വേണ്ട സാർ. സാരമില്ല, വാങ്ങിച്ചോളൂ. വാങ്ങിച്ചു വാങ്ങിച്ചു. പിന്നെ നമുക്കിനി ഒരു ആൺകുഞ്ഞും കൂടെ വേണം. ഒന്നുള്ളത് പെണ്ണ. എന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ാണ് അങ്ങേക്കിഷ്ടമെന്ന് എനിക്കിനിയും നിശ്ചയമില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങേ പേടിയാണെന്ന്. നമ്മുടെ മനസ്സിത്രയായിട്ടും അടുത്തിട്ടില്ല. ഞാൻ എന്തു ചെയ്യാൻ? നമ്മൾ ഒന്നിച്ചാണ് ജീവിക്കുന്നതെങ്കിലും നമ്മൾ വളരെ അകലെയാണെന്നും. ശരി, ഞാൻ പറയുന്നു ഇപ്പൊ പാടാൻ. ഇപ്പോഴോ? അതെ, പാടൂ. ആ
ഗോപിച്ചേട്ടൻ ഇവിടെ? മാധവി പോയപ്പോ ഞാൻ എസ്റ്റേറ്റ് വിട്ടു. പിന്നെ എവിടെയൊക്കെ അലഞ്ഞു. മനസ്സിനെ കുറിച്ച് ആശ്വാസം തോന്നിയപ്പോൾ തിരിച്ചു വന്നു. ഇവിടുത്തെ വാച്ചർ എന്റെ ചേട്ടനാണ്. എനിക്ക് മറ്റാരുമില്ല. ഇന്ന് വീണ്ടും മാധവിയുടെ ശബ്ദം കേട്ടു. വരരുതെന്ന് സ്വയം നിയന്ത്രിച്ചു നോക്കി, സാധിച്ചില്ല. ശബ്ദം കേട്ട ദിക്കിലേക്ക് മനസ്സും അതിന്റെ പുറകെ കാലുകളും ഓടിയെത്തി. ഒന്നിനുമല്ല, വെറുതെ ഒന്ന് കാണാൻ. സുഖമില്ലല്ലേ? മരുന്നൊന്നും കഴിക്കുന്നില്ലേ? മരുന്ന് വാങ്ങാൻ കാശില്ലെന്ന് മാത്രമല്ല, എന്തിനു വേണ്ടി ഞാൻ മരുന്ന് കഴിക്കണം? ഇപ്പൊ വരാം. ഒരു 200 രൂപ വേണം. എന്തിന്? വന്നിട്ട് പറയാം. ഇതാ, ഇത് വെച്ചോളൂ. നാളെ തന്നെ ഡോക്ടറെ കാണണം. വേണ്ട. വാങ്ങിക്കൂ, ഞാനാ പറയുന്നത്. അതാരാ? ഗോപിച്ചേട്ടൻ എന്റെ കൂടെ എസ്റ്റേറ്റ് ജോലി ചെയ്തിരുന്നയാള്. എന്നെ പ്രേമിച്ചിരുന്നു. ഇപ്പൊ തീരെ സുഖമില്ല. മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ലെന്നാ പറഞ്ഞു. ഇപ്പൊ ജോലിക്കും പോകുന്നില്ല. നീ എന്ത് പറഞ്ഞു? നിന്നെ അവൻ പ്രേമിച്ചിരുന്നു? അതെ, എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്റെ അച്ഛന്റെ ദുർഗതി എനിക്കുണ്ടാവരുതെന്ന് കരുതിയാണ് പാവപ്പെട്ട നിന്നെ ഞാൻ വിവാഹം ചെയ്തത്. എടീ ദ്രോഹി, നീ എന്നെ വഞ്ചിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഗോപി ആത്മഹത്യ ചെയ്യുന്നത് അതിന്റെ പിറ്റേ ദിവസവും. അപ്പൊ പിന്നെ ഗോപിയെ കൊല്ലിച്ചത് ആരാ? എടാ മോനെ, എടാ എന്തിനാണ് അവൾ ഈ സമയത്ത് ഇവിടെ വന്നത്? ആരാ? വിധു? കൊതു തന്നെ. നിക്കടാ അവിടെ. അടിച്ച് നിന്റെ മുട്ടിയാൻ ഓടിക്കും, മനസ്സിലായോ? ചോദിച്ചൊരു ഉത്തരം പറഞ്ഞോ, എന്തിനാ വന്നതെന്ന്. എന്നെ കാണാനായിരിക്കും. നിന്നെ കാണാനാ? എന്തിനാ കാണുന്നേ? ഞങ്ങൾ എന്നെ അവൾക്ക് വലിയ ഇഷ്ടമാണ്. തീർന്നടാ, നിന്റെയും എന്റെയും കഥ തീർന്നടാ. അച്ഛാ, എന്റെ അമ്മ തെറ്റുകാരിയായിരുന്നു അല്ലേ? അമ്മ മറ്റൊരാളെ സ്നേഹിച്ചിരുന്നു. മറ്റൊരാളെ സ്നേഹിച്ചുകൊണ്ടായിരുന്നു അമ്മ അച്ഛന്റെ കൂടെ ജീവിച്ചിരുന്നത് അല്ലേ? നീ എന്ത് പറഞ്ഞു? നിന്നെ ഞാൻ എന്റെ മാധവിയെ പറ്റി അനാവശ്യം പറയുന്നു. എന്റെ അമ്മയുടെ മരണത്തിന് കാരണം ആ തെറ്റല്ലായിരുന്നോ? അല്ല മോളെ, അല്ല. നിന്റെ അമ്മ മരിച്ചത് എന്റെ അവിവേകം കൊണ്ടാണ്, എന്റെ കുറ്റം കൊണ്ടാണ്. ഞാൻ അവളെ തെറ്റിദ്ധരിച്ചു. അപകടം പറ്റിയ ശേഷമാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. സാർ മാധവിയെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ഞാൻ മാധവിയെ സ്നേഹിച്ചു, എന്റെ കയറിൽ വെച്ച്.
ആത്മാവിൽ വെച്ച് അത് പറയാൻ അവസരവും കാത്തിരുന്നു. പക്ഷെ അതിനു മുമ്പ് സാർ മാധവി വിവാഹം കഴിച്ചു. സാർ, മാധവി നിരപരാധിയാണ്. മാധവി എന്നെ പ്രേമിച്ചിട്ടില്ല സാർ, പ്രേമിച്ചിട്ടേ ഇല്ല. ഇതാണ് സത്യം. മാധവി വെറും ഒരു പാവമായിരുന്നു. അവളെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. എന്റെ മുൻകോപം കാരണമാണ് ആ പാവത്തിന് ആ അപകടം ഉണ്ടായത്. അച്ഛാ, എന്താ മോളെ? ഞാനൊരു കാര്യം പറഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെടുമോ? പറയൂ. എനിക്ക് പേടിയാണ്. അച്ഛൻ ദേഷ്യപ്പെടരുത്. എന്റെ ദേഷ്യം എന്നിൽ നിന്നും എല്ലാരെയും അകറ്റി. ഇല്ല മോളെ, അച്ഛൻ ദേഷ്യപ്പെടൂല. പറയൂ. നിനക്ക് എനിക്ക് വിവാഹം കഴിക്കണം. ശരിയാണ് മോളെ, നിനക്കൊരാളുടെ സ്നേഹം ആവശ്യമാണ്. ഞാൻ നിനക്ക് വേണ്ട അഫെക്ഷൻ തരാൻ പരാജയപ്പെട്ടവനാണ്. ഇനി നിനക്ക് വേണ്ട സ്നേഹം ഒരു ഭർത്താവിൽ നിന്നാണ് കിട്ടേണ്ടത്. ലെറ്റ് മീ ഫൈൻഡ് എ ബോയ് ഫോർ യു. ഞാനൊരാളെ അച്ഛൻ ആ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് കരുതി നീ ആളെയും കണ്ടുപിടിച്ചു. പറയൂ, ധൈര്യമായിട്ട് പറയൂ. ഇവിടെ നമ്മുടെ എസ്റ്റേറ്റിനടുത്ത് മറ്റ് 4 എസ്റ്റേറ്റ് ഉടമസ്ഥരാണുള്ളത്. നീ തനിച്ചിവിടെയൊക്കെ നടന്നപ്പോ അതിൽ ഒരാളുടെ മകനെ കണ്ടിരിക്കും. ശരി, ഞാൻ പറയാം. ആനന്ദ്, അലക്സിന്റെ മകൻ ബാബു. അല്ല, അവരാരുമല്ല. പിന്നെ ആരാ മോളെ? നീ തന്നെ പറ. അച്ഛൻ ദേഷ്യപ്പെടും. ഇല്ലെന്ന് നേരത്തെ പറഞ്ഞില്ലേ? രാജു. രാജുവോ? ഏത് രാജു? വാച്ചറുടെ മകൻ രാജുവോ? അടിച്ച് നിന്റെ കാരണം ഞാൻ പൊട്ടിക്കും. വാച്ചറുടെ മകൻ രാജു. നിനക്ക് അവനെ കല്യാണം കഴിക്കണം അല്ലേ? എന്താടി ഒന്നും മിണ്ടാത്തത്? അച്ഛന്റെ ദേഷ്യം തീർന്നിട്ട് സംസാരിക്കാം. നിനക്കിത് എന്നോട് പറയാൻ എങ്ങനെ ധൈര്യം വന്നു? ഞാൻ പിന്നെ ആരോടാണ് പറയേണ്ടത്? അച്ഛനെ അറിയിക്കാതെ ഞാൻ എന്റെ വിവാഹം നടത്തണോ? നീ എന്തിനവനെ വിവാഹം കഴിക്കണം? നിനക്ക് മറ്റാരെയും കിട്ടൂലേ? മറ്റാരും എനിക്ക് വേണ്ട. എനിക്ക് രാജു മതി. എന്തുകൊണ്ട്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ രാജുവിനെ സ്നേഹിക്കുന്നു. രാജു എന്നെ സ്നേഹിക്കുന്നു. മോളെ, ഇതൊക്കെ ഈ പ്രായത്തിൽ തോന്നുന്ന ചാബല്യങ്ങളാണ്. ഞാൻ സൂക്ഷിക്കണമായിരുന്നു. സ്നേഹമെന്നൊക്കെ ഇപ്പൊ തോന്നും. ഇല്ലച്ച, ഇത് തോന്നലും ചാബല്യം ഒന്നുമല്ല. രാജുവിനെ അല്ലാതെ മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല. എന്ന് വെച്ചാൽ? കൂടുതലൊന്നും അച്ഛൻ എന്നോട് ചോദിക്കരുത്. അച്ഛനോട് ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് സാധിക്കില്ല. മോളെ, അച്ഛൻ എനിക്ക് മാപ്പ് തരണം. എനിക്കൊരു വിവാഹം എന്നൊന്നുണ്ടെങ്കിൽ അത് രാജുവുമായിട്ടായിരിക്കും. അല്ലെങ്കിൽ ശരി, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. എന്റെ ആഗ്രഹങ്ങൾ, എന്റെ അഭിപ്രായങ്ങൾ, എന്റേതായ എല്ലാം മറന്നിട്ട്
നിന്റെ അച്ഛൻ മാത്രമായി ഞാനിത് നടത്തിത്തരാം. ഞാൻ തന്നെ പോയി അവനോട് ഇക്കാര്യം സംസാരിക്കാം. നിന്റെ വിശ്വാസം പോലെ അവൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അവനെയും കൂട്ടിവരും നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ. അവൻ നിന്നെ തള്ളിപ്പറഞ്ഞാൽ ഇല്ല എന്റെ രാജു ഒരിക്കലും അത്. നിനക്കാണുങ്ങളുടെ സ്വഭാവം അറിയില്ല. കയ്യിൽ കിട്ടുന്നവരെ ചിലർക്ക് പ്രേമം എന്ന ഭ്രാന്ത് കാണും. കിട്ടാത്തൊരു വിശുദ്ധവും കിട്ടിയതവർക്ക് നിഷിദ്ധവുമാണ്. അക്കാര്യം നീ ആലോചിച്ചിട്ടില്ല. ഞാൻ അതും ആലോചിച്ചിട്ടാണ് പോകുന്നത്. നിന്നെ അവൻ മനഃപൂർവ്വം വഞ്ചിക്കായിരുന്നു എന്ന് കണ്ടാൽ ഞാൻ അവനെ വെറുതെ വിടില്ല. എന്റെ മകളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ആരും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല. എന്റെ രാജുവിനെ എനിക്കറിയാം. രാജുവിനെ തള്ളി പറഞ്ഞാലല്ലേ അച്ഛന് തോക്കിന്റെ ആവശ്യം വരും. അച്ഛന്റെ കയ്യിൽ ഇനി വേണ്ടത് തോക്കല്ല, താലിമാലയാണ്. രാജുവിനെ കൊണ്ട് എന്റെ കഴുത്തിൽ കെട്ടിക്കാൻ. രാജു, രാജു, എന്താ അതാ വരുന്നു, തോക്ക് കൂട്ടി വരുന്നു. നിന്നെ കൊന്നത് തന്നെ. ദൈവമേ, ഓടിക്കാ. ഭാസ്കര, ഭാസ്കര, നിന്നെ ഞാൻ വെറുതെ വിടൂല്ല. ഒന്നും അറിയാത്ത എന്റെ മകളുടെ മനസ്സിനെ ദുഷിപ്പിച്ചവനാണ് നീ. നീ ജീവിച്ചിരിക്കാൻ പാടില്ല. മരിക്കാൻ എനിക്ക് ഭയമില്ല. വിധുവിനെ അങ്ങ് എനിക്ക് വിവാഹം കഴിച്ച് തരില്ല എന്ന് എനിക്കറിയാം. വിധുവില്ലാത്ത ലോകത്ത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ്. കൊല്ലണം സാർ എന്നെ. നീ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് എനിക്കറിയാം. നിനക്ക് വിധുവിനോട് ആത്മാർത്ഥമായ സ്നേഹമില്ലെന്നും എനിക്കറിയാം. സാർ, തീർച്ചയായും ഉണ്ട് സാർ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് അത്രയും സാർ വിശ്വസിച്ചാൽ മതി. വിധുവിനെ കാണാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാനൊക്കില്ലെന്നും വിധുവിനെ ഓർക്കാതെ ഒരു ശ്വാസം പോലും വിടാനൊക്കില്ലെന്നും ഞാൻ മനസ്സിലാക്കിയപ്പോൾ വിധു അങ്ങയുടെ മകളാണെന്നും ഞാൻ വെറുമൊരു TB വാച്ചയുടെ മകനാണെന്നും ആലോചിക്കാനുള്ള വിവേകം എനിക്ക് കൈവിട്ടു പോയിരുന്നു. നീ എന്നോട് സത്യം പറയണം. നീ വിധുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ എന്നേക്കാൾ സ്നേഹിക്കുന്നു സാർ. എന്നേക്കാൾ സ്നേഹിക്കുന്നു എന്റെ വിധുവിനെ. അവൾക്കെന്നുള്ള സ്വത്തൊന്നുമില്ലാതെ അവളെ മാത്രം സ്നേഹിച്ച് അവളെ പോറ്റാൻ നീ തയ്യാറാകുമോ? ഒന്നും ഞങ്ങൾക്ക് വേണ്ട സാർ. ഞങ്ങൾ ജീവിക്കാൻ അനുവദിച്ചാൽ ഞങ്ങൾ സന്തോഷമായി ജീവിക്കും. ഞാൻ കഷ്ടപ്പെട്ട് അവളെ പോറ്റും സാർ. എനിക്കാകെ ഉള്ളത് അവളാണ്. ഇനി എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. സാർ, അതെ, വരൂ. അയ്യോ, എന്റെ മോനെ കൊണ്ടേ, എന്റെ മോനെ കൊണ്ടേ.
അയ്യോ എന്റെ മോനെ കൊന്നേ ഭാസ്കര, രാജുവിനെ കൊല്ലാനല്ല ഞാൻ വന്നത്. വിധുവുമായുള്ള വിവാഹത്തിന് രാജുവിന്റെ സമ്മതം ചോദിക്കാൻ വന്നതാണ്. അവന് സമ്മതമാണ്. ഭാസ്കരനോ? അയ്യോ സാർ. ശരി, എന്നാൽ ഇവനെയും കൊണ്ട് വേഗം അങ്ങോട്ട് വന്നേക്ക്. ശരി സാർ. വാട മോനെ. മോളെ വിധു, മോളെ. മോളെ എന്താ മോളെ? എന്തു പറ്റി? അച്ഛൻ രാജുവിനെ കൊന്നോ? ഇല്ല മോളെ, നിന്റെ രാജു ഇപ്പൊ വരും. വരും മോളെ. അച്ഛൻ വാസ്തവമാണോ അതെ അച്ഛൻ മോളെ, പറയുന്നത്? അതെ അതെ. അപ്പോ ശബ്ദം കേട്ടത്? ഇല്ല മോളെ, ഞാൻ പറഞ്ഞ സത്യമാണ്. അയ്യോ അച്ഛാ, ഞാൻ മോളെ, മോളെ എന്തുണ്ടായി മോളെ? മോളെ മോളെ ഞാൻ വീണ്ടും അവിവേകം കാണിച്ചു. അച്ഛൻ രാജുവിനെ കൊന്നു എന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ എന്റെ മോതിരത്തിലെ ഡയമണ്ട് കാണിച്ചു തന്നു. എന്റെ മോളെ.